ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു Q&A ചെയ്യല്ലേ അങ്ങനെ ചോദിച്ചാണ് എന്തൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്താ ചിരിച്ചിന്? അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ റിപ്ലൈ ആയിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റായിട്ട് ഇങ്ങനെ വരികയുണ്ട്. അപ്പം Q&A ചെയ്യണില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആ സംഭവം എന്താ വെച്ചാൽ ചെയ്യണമെന്നുണ്ട്. അപ്പം അതിനായിട്ടുള്ള ഫോണും കാര്യങ്ങളൊന്നും സെറ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മൾക്ക് ഇന്ന് ആ സാധനം ചർച്ച ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ ഓണാക്കിയപ്പോൾ അതിന് ഓൾറെഡി തോട് ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മളെ Q&Aയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചോദിച്ചത് എസ്തെറ്റിക് ടാൾക്സ്. ഓ ബ്യൂട്ടിഫുൾ നെയിം. വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ള ആപ്പ് ഏതാണ്? വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ആപ്പ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഫോണിലാണെന്നുണ്ടെങ്കിൽ CapCut യൂസ് ചെയ്യും, VN യൂസ് ചെയ്യും. നോർമലായിട്ട് അത് യൂസ് ചെയ്യില്ല. പിന്നെ ഇൻഷോട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇൻഷോട്ട് ഉപയോഗിക്കില്ല. കാര്യമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം പറഞ്ഞാൽ CapCut ആണ്. പിന്നെ സ്കിൻ കെയർ സ്കിൻ കെയറിൻ്റെ സാധനം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് പിമ്പിൾസൊക്കെ ഉണ്ടാവും. എൻ്റെ മുഖത്തൊക്കെ പിമ്പിൾസൊക്കെ ഉണ്ട്. കാണുണ്ടതിൽ കണ്ടോ? ഇവിടെ പിമ്പിൾസ് ഒന്നും കാണില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ട്. അയ്യോ അങ്ങനെ കയറേ പിമ്പിൾസ് ഉണ്ട് കുറച്ചേ. അപ്പോൾ സ്കിൻ കെയർ ഞാൻ മൂസ്റ്റാക്കിൻ്റെ ഫേസ് വാഷ് ആയിരുന്നു യൂസ് ചെയ്തതിന്. പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ ഹിമാലയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ പപ്പായൻ്റെ ഒരു സാധനം യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ഓരോന്നും മാറി യൂസ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതിൽ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയത് മൂസ്റ്റാക്കിൻ ഫേസ് വാഷ് തന്നെയാണ്. ഇപ്പോൾ റെജിനാൾഡ്മെൻറ്റിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വന്നത് ഇതായിട്ട് യൂസ് ചെയ്തില്ല, അത് പ്രൊമോഷൻ വന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊന്ന് സെറ്റാക്കി നോക്കണം, എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടേ. പിന്നെന്താ മനാസ, അയ്യോ എക്സ്പ്ലെയിൻ ദ ചൈൽഡ്ഹുഡ് മെമ്മറീസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ ഏജ്? എക്സ്പ്ലെയിൻ ദ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചൈൽഡ്ഹുഡ് അത്ര നല്ലൊരു മെമ്മറീസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് എന്താ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടും ആ സാധനങ്ങളൊക്കെ അനുഭവിച്ച് വന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റക്കാലം നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും നല്ല എന്താ കൈ ചെയ്യാനുണ്ടോ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത്. ഞാൻ ഇനി ട്രൈപോഡ് ഉണ്ടാകും അതിനല്ലേ അല്ലേ. പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? റിലേഷൻഷിപ്പൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഏജ് എനിക്ക് 21 വയസ്സായി. പിന്നെ അടുത്തത് ഫാത്തിമ ആലിയ സൈനബ്. ആരിഫെ എന്നെ അറിയുമെന്നോ? മനസ്സിലായില്ല. ഫോട്ടോ ഇതിൽ കാണില്ല, ഒന്നും കാണില്ല. പിന്നെ എനിക്ക് എങ്ങനെ മനസ്സിലാവും? വിച്ച് ഫാമിലി മെമ്പേഴ്സ്? എൻ്റെ വീട്ടിൽ ഞാൻ, ഉമ്മ, കാക്ക, പിന്നെ കാക്കാൻ്റെ വൈഫ്, പിന്നെ 2 കുട്ടികൾ. മിഷാൽ മിഷു എന്താപ്പാ? 1 നിങ്ങൾ കമ്മിറ്റഡ് ആണോ? പിന്നെ 2 ഹൗ മെനി എക്സ്? 3 പ്ലേസ് എവിടെയാ? 4 വീട്ടിൽ ആരൊക്കെയുണ്ട്? 5 എവിടെ പഠിക്കുന്നു? എന്താണ് പഠിക്കുന്നത്? 6 ക്രഷ് നെയിം ഒരു ഹായ് തരുമോ? എൻ്റെ നെയിം മിൻസ ആണ്. ഓ ഡേട്ടാ എത്രങ്ങാനും ക്വസ്റ്റ്യൻസാണ് ചോദിച്ചേ. കമ്മിറ്റഡ് ആണെന്ന് വെച്ചാൽ അല്ല. പിന്നെ ഹൗ മെനി എക്സ്? ആ ഒരു സംഭവം ഇല്ല. പ്ലേസ് എവിടെയാണ്? ഞാൻ മലപ്പുറം മഞ്ചേരി തൃപ്പൻശ്ശിയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇനി ആവർത്തിക്കണ്ടല്ലോ, അത് അവർക്ക് മനസ്സിലാവില്ലേ. പിന്നെ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ ആദ്യം ഒരു അറബി കോളേജിൽ പഠിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് നേരെ ഞാൻ മമ്പാട് കോളേജിലാണ് പഠിച്ചത്. അതായത് മമ്പാട് കോളേജിലേക്ക് ഇനി പോയിന്. അപ്പോൾ എന്താ വെച്ചാൽ ഡെയിലി പോയി വരുമ്പോൾ രാവിലെ 6 മണിക്കൊക്കെ കുളിച്ച് മാറ്റി പോയി. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഈവനിങ് 8 മണി ആലൊക്കെ ആവും അവിടെ എത്തുമ്പോഴത്തേനും. പിന്നെ അവിടുന്ന് ഉസ്താദ്മാരും സാറുമാരൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ കഴിയില്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ ക്ഷീണിച്ച് അവശനായിട്ട് പോയിട്ട് കാര്യമല്ലോ, അപ്പോൾ നല്ലപോലെ പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്ത് പിന്നത്തെ വർഷമാണ് ഞാൻ പിന്നെ കോളേജിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെ ഒരു കോളേജുണ്ട്, പ്രിസ്റ്റിമാലി പറഞ്ഞ കോളേജുണ്ട്. അപ്പോൾ തൽക്കാലം എനിക്ക് പോയി തുടങ്ങിയതായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഗവൺമെൻറ് കോളേജിലേക്കൊക്കെ മാറാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, സെറ്റായിട്ട്. ഇനിയിപ്പോൾ 3 മാസം 4 മാസം കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രി ലൈഫ് ഇവിടെ എൻ്റെ ആണ്. പിന്നെ ഞാനും പ്രാരാബ്ദങ്ങളായിട്ട് ഓരോ ഭാഗത്തേക്ക് കയറി പോകേണ്ട അവസ്ഥയായി. ക്രഷ് നെയിമൊന്നും ഇല്ല. ഒരു ഹായ് തരും. ഹായ് മിൻസ. 1 2 6 ഹറാംന്നോ? പഠിച്ചോനെ അതിൻ്റെ അടിയിൽ ആരൊക്കെ വന്നേ? ആരിഫ് ഇമ്മച്ചി കുട്ടിയാണ്. 1 2 3 ഹറാം. ഞാൻ ഇമ്മച്ചി കുട്ടിയോ? എന്താണ് എന്നെ അങ്ങനെ കയറണേ? പിന്നെ അതുപോലെ തന്നെ അറക്കൽ മൈഷ, എന്തെല്ലാം പേരല്ലേ.
പ്ലേസ് എവിടെയാണ് നിങ്ങൾ? ഞാൻ പറഞ്ഞു മലപ്പുറം മഞ്ചേരി തൃപ്പഞ്ചിയാണ്. നിങ്ങളെ വീഡിയോസ് എല്ലാം സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇനിയും കൂടുതൽ ഉയരത്തിലെത്തട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ കൈ ഞാനോടോ റെസ്റ്റ് എടുക്കണോ? ബ്രേക്ക് എടുക്കണേ ബ്രേക്ക് എടുക്കും. മുഹമ്മദ് അർഷദ് ആരിഫ്. അപ്പോൾ ഈ അർഷദിനോട് എനിക്ക് ബിഗ് താങ്ക്സ് പറയണം. എന്താ വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യേണ്ടത്, എൻ്റെ എല്ലാ വീഡിയോക്കും കമൻറ്റ് ഇടാറുണ്ട്. ഞാൻ ഇങ്ങനത്തെ പോലെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, എനിക്ക് എന്തെങ്കിലുമൊക്കെ തരാനൊക്കെ പൂതിയാവിടെ, പക്ഷേ എൻ്റെ തരാനൊന്നും ഇല്ല, അതാ പ്രശ്നം. ജാസ്നത്തെ പ്രൊഡക്റ്റ് ഉണ്ട്, അതൊരു വെറൈറ്റി വിഷയമല്ലേ, 2 പ്രൊഡക്റ്റ്. പിന്നെ ജാസ്ന എന്ത് ചെയ്യുന്നു, അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ചെറിയ ബിസിനസ് പരമായിട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ജാസ്റ്റിൻ്റെ പേരെന്താണോ? എൻ്റെ പേര് ഷാഹുൽ എന്നാണ്. എഡിറ്റിംഗ് ലാപ്പിൽ ആണോ? ലാപ്പിലും ചെയ്യാറുണ്ട്, ഫോണിലും ചെയ്യാറുണ്ട്. ബൈക്ക് ഏതാണ്? എത്ര വർഷം എടുത്തിട്ട്? ഞാൻ അത്ര കാലം ബൈക്ക് യൂസ് ചെയ്തത് പാഷൻ പ്രോ ആയിരുന്നു. പിന്നെ ഇപ്പോൾ അത് ചേഞ്ച് ആക്കി, ഇപ്പോൾ പൾസർക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ എടുത്തിട്ട്? ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 2 മാസം 1 മാസമായിട്ട് ആവണുള്ളൂ പുതിയ ബൈക്ക് എടുത്തിട്ട്. ഉമ്മാൻ്റെ വീട് എവിടെ? ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് എക്സാക്ട് ലൊക്കേഷൻ യുവർ ഹൗസ്, അതായത് തൃപ്പഞ്ചിലെവിടെ? എന്താണ് നിരക്കലുണ്ടോ ജി? തൃപ്പഞ്ച് മൂന്നാമ്പടി പള്ളിൻ്റെ അടിയിൽ. ചുരുങ്ങിയത് ഒരു കണ്ടൻറ് വീഡിയോ എടുക്കാൻ എത്ര ടൈം എടുക്കാറോ? നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ചുരുങ്ങിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ ഏകദേശം ഞാൻ 5-6 മണിക്കൂറൊക്കെ എടുക്കും. അതായത് മോർണിംഗ് ഒരു 9 മണിക്ക് പോയിട്ട് ഈവനിങ് അല്ല, ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് കയറി കഴിയുക. അത്രയും ചിലപ്പോൾ 4-5-6 മണിക്കൂറൊക്കെ ആവും. പക്ഷേ ഏറ്റവും കുറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറാണ് ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ റസാൻ റാന, നിങ്ങളെ വീട് എവിടെ? മലപ്പുറം ആണോ? യെസ്. പിന്നെ പ്രവീൺ പ്രണവ്, നിങ്ങളെവിടെ? പ്ലേസ് എവിടെ? എല്ലാവരും പ്ലേസാണ് ചോദിക്കണേ. അത് ഞാൻ പറഞ്ഞിട്ടോ, ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ പ്ലേസ് സ്കിപ്പ് ചെയ്തിട്ടോ. റിലേഷൻഷിപ്പ് ഉണ്ടാവും, അത് സ്കിപ്പ് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ സഫ്ന എന്ന് പറഞ്ഞ് ഒരു ഹായ് തരാമോ പ്ലീസ്? വിത്ത് പ്രവീൺ പ്രണവ് ഫാൻ അക്കൗണ്ടാണ്. അങ്ങനെ, ഓക്കെ. അപ്പോൾ ഹായ് സഫ്ന, ഹായ്. എനിക്കിഷ്ടമാണ് നിങ്ങളെ, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ അടുത്തത് മുഹമ്മദ് ഫഹീം. സിംഗിൾ ഓർ കമ്പിൾ? രണ്ടും അല്ലടാ, രണ്ടും സിംഗിളാണ്. പിന്നെ അബ്ദുറഹ്മാൻ, ഇതെന്താ പാടത്തെ സ്റ്റോറീസ്? മനസ്സിലായില്ല, ഇനിയിപ്പോൾ എന്ത് പാടം ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സോറി. പിന്നെ സഫിയ റിലേഷൻഷിപ്പ് ഉണ്ടോ? റിലേഷൻഷിപ്പ് അല്ലാ. പിന്നെ അടുത്തത് അറക്കൽ മൈഷ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇയാൾ കമ്പിറ്റഡാണ്. എന്താടാ പിന്നെ ഇങ്ങനെ ചോദിച്ചില്ല, ഇയാൾ പിരിപിരി ആക്കണേ. നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്ലേസ് എവിടെയാണ്? ഞങ്ങളെല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഡിഗ്രിയാണ്. പിന്നെ എൻ്റെ കൂടെ വീട്ടിലുണ്ടാവണമെന്ന് ഫായിസ് സാറാണ്. പിന്നെ ഒന്ന് അജ്മലാണ്, ഓനും ഇതേമാതിരിക്ക് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് കോളേജിലത്തെ ഫ്രണ്ട്സും അവർക്ക് ഫാമിലി ടീം അങ്ങനത്തെ ആയിട്ടുള്ള ചങ്ങായിമാരൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങളെ പ്ലേസ് ഞാൻ പറഞ്ഞു. ഹരിഹരാൻ ചോദിച്ചത്, ബ്രോക്ക് മോട്ടിവേഷൻ വീഡിയോസ് എടുക്കാൻ ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയ കാരണം ഇൻസിഡൻറ്റ് എന്താണ്? എപ്പോൾ എവിടെ വെച്ച്? എന്താ കാരണം വെച്ചാൽ, ഞാൻ ഏകദേശം 2019 യൂട്യൂബ് ചാനൽ, ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ 2019 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫാമിലിയിൽ ഓരോ ഇഷ്യൂം കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് ചാനൽ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ ഉമ്മയും കാക്കയൊക്കെ കൂടി പറഞ്ഞ് എൻ്റെ സ്വന്തമായിട്ടൊരു കാലം നിൽക്കുമ്പം ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് സെറ്റാക്കിയാൽ മതി, അതുവരെ വേറെ പ്രശ്നങ്ങൾക്കായിരുന്നു ഉണ്ടാക്കേണ്ട. എന്താ വെച്ചാൽ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ 2019 സമയത്തൊക്കെ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ അങ്ങനെ വലിയ ആക്റ്റീവായിട്ടുള്ള സമയമൊന്നുമല്ല. അതായത് മീൻസ് കൊറോണ ടൈമാണ് ഒന്നാമത്. അപ്പോൾ പിന്നെ ആ രീതിക്ക് ഇങ്ങനെ സെറ്റായി വരും. ആഫ്റ്റർ കൊറോണയുടെ ശേഷമാണ് തോന്നുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് വന്നു തോന്നുന്നത്. അതായത് റീൽസ്, മറ്റ് സംഭവങ്ങളെല്ലാം വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മുമ്പ് റീൽസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സമയത്താണ് യൂട്യൂബിൽ വീഡിയോ കേട്ട് തുടങ്ങിയിട്ടോ. അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുക്കാണ് പിന്നെ ഫാമിലി ഇഷ്യൂ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ശേഷമാണ് എനിക്കൊരു വാശി വന്നത്. അതായത് സ്വന്തം കഷ്ടപ്പെട്ടുണ്ടാക്കി 10,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ ഒരു അക്കൗണ്ട് ഒറ്റയ്ക്ക് ഡിലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായി. അതിന് ശേഷം റിവെഞ്ചായിട്ട് വന്നാണ്ട് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ചാട്ടെന്ന് പറഞ്ഞാൽ 100Kയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആവുന്നതൊരു പ്രതീക്ഷ ഉണ്ട്. പ്ലേ ബട്ടൺ മൈക്കോടെ കൊടുന്നേക്കാൻ അത്രേ ഉള്ളൂ. പിന്നെ മുനി, ഹായ് ആരിഫ്, എന്നെ അറിയാമോ? ഞാൻ നിങ്ങളെ ഒരു റിലേറ്റീവാണ്. ആണോ? ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ ഉണ്ടല്ലോ, മതി. പിന്നെ അയാന സതീഷ്, ഹായ്, ഹൗ ഓൾഡ് ആർ യു? എത്തപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണല്ലോ ഫുള്ള് ചോദിക്കുന്നത്. പിന്നെ തൃപ്പനച്ചി ആണോ വീട്? ആണെങ്കിൽ തൃപ്പനച്ചിൽ എവിടെയാണ്? ബഷീർ തൃപ്പനച്ചി.
ബഷീർ തൃപ്പഞ്ചിയിലാണോ വീട് വയ്ക്കുന്നുണ്ട്? ഞാൻ തൃപ്പഞ്ചിയിൽ 3-ാം പടിയിലാണ്. പിന്നെ നൗഫിയ സത്താർ കമിറ്റഡാണോ? അല്ല. പിന്നെ അബ്ദു പി കെ, നിങ്ങളെ ഹോം എവിടെ? സുഖാണോ? എങ്ങനെയാ നിങ്ങൾ ഞങ്ങളെ കരയിക്കണേ? അത്ര ഫീൽ ആവുന്ന വീഡിയോ ഇടുന്നത് കൊണ്ടല്ലേ? അയ്യോ, നിങ്ങൾ കയ്യാനോടോ? സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ കരയുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈൻഡിൽ കണ്ടാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇമോഷണൽ കണ്ടൻസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറ്. അപ്പോൾ ഇനി ഓരോരുത്തരെ ഇതെന്താ എനിക്കറിയില്ല. എന്താ വെച്ചാൽ എനിക്ക് ഇമോഷൻസിനോടാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്, താല്പര്യം, അതായത് ചെയ്യാനും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു മേഖലയാണ് ഈ ഇമോഷൻസ് വെച്ചാണ്ടുള്ള കണ്ടൻസ്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ളതും പിന്നെ അതായത് ഓരോരോ ഇൻസിഡൻറ്റുകളൊക്കെ പരിചയപ്പെടുത്തിയാണ്ടുള്ള കണ്ടൻസാണ് ഞാൻ ചെയ്യൽ മെയിനായിട്ട്. ഫ്രണ്ട്സിൻ്റെ ആയാലും പിന്നെ നമ്മളെ മിഡിൽ ക്ലാസ് ഫാമിലിൻ്റെ ആയാലും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ മെയിനായിട്ട്. അപ്പോൾ അത് മൈൻഡിൽ എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ. പിന്നെ സിംഗിളാണോ ചേച്ചി വ്ളോഗർ? അല്ല സിംഗിളാണ്. അയ്യോ. അഖിൽ ദേവ് ചോദിച്ചത് മെസ്സി ഓർ റൊണാൾഡോ? എന്താ വെച്ചാൽ എനിക്ക് റൊണാൾഡോനാണ് ഇഷ്ടം. എന്താ വെച്ചാൽ ഞാൻ ഈ കളി നോക്കിയിട്ടുണ്ട്, അതേമാതിരിക്ക് നമ്മളെ ഞാൻ പറഞ്ഞില്ല ഇൻസ്പിറേഷൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഓരോരുത്തരുടെ ലൈഫും വെച്ച് നോക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കളി മാത്രം ഫോക്കസ് ചെയ്യുക അങ്ങനെയൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ വേറെയും കുറേ കളിക്കാരുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലൈഫ് സ്റ്റൈലും കൂടി ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്കൊരു കളി നമ്മളെ നെഞ്ചത്ത് കൊള്ളുള്ളൂ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ക്രിസ്ത്യാനോ. അങ്ങനെ എനിക്ക് റൊണാൾഡോ ഫാനായി മാറി ഞാൻ. അപ്പോൾ ആരിഫ് അണ്ണാച്ചി കമിറ്റഡാണോ? അല്ല. പ്ലേസ് എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ റാഹത്താണ്. ഇതുവരെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ടും കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകട്ടെ. പിന്നെ സാജിദ നിങ്ങൾ പ്ലേസ് എവിടെ? ഞാൻ മലപ്പുറം മഞ്ചേരി തൃപ്പഞ്ചി. ഇനി സ്ഥലത്തല്ലേ വരും ഇത് പറഞ്ഞിട്ട്. ചേച്ചി വ്ളോഗർ കമിറ്റഡാണോ? ഇച്ച കമിറ്റഡാണോ? അയ്യോ, ഇത് കാസർഗോഡാണല്ലോ. ഇച്ച കമിറ്റഡല്ല. എസ്തെറ്റിക് ടാക്സ്, നിങ്ങൾ ഏത് ക്യാമറയിലാണ് വീഡിയോ എടുക്കാറുള്ളത്? ഞാൻ ഇതുവരെ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വീഡിയോ എടുക്കൽ തുടങ്ങിയത് എൻ്റെ അമ്മേൻ്റെ ഫോണിലല്ലേ ആണ്. ഏതിന്? സാംസങ്. അതിൻ്റെ മുമ്പ് സാംസങ് S3 അങ്ങനെ എന്തോ ഒരു ഫോണിലേനു. അതിലേനി ഞാൻ ഫസ്റ്റ് എൻ്റെ അമ്മായിൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്ത്. പിന്നെ ഏകദേശം സെറ്റായി വന്നൊക്കെ അമ്മായിൻ്റെ ഫോണിലാണ്. അത് അമ്മായിക്ക് അറിയില്ല. അതാണ് അങ്ങനെ സംഭവമായിരുന്നു. കാണാത്ത ഫോൺ എടുക്കും, എന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിന്. എന്നിട്ട് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ അതിലുണ്ടാവും. അങ്ങനെയൊക്കെ അതിൻ്റെ ആകെ പറഞ്ഞ ഒരു വേറെ തന്നെ ലൈഫ് ചെയ്യുന്നതാണ്. അന്ന് സ്വന്തമായിട്ട് ഫോണൊന്നും ഇല്ലാതെ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാക്ക് സ്വന്തമായിട്ട് ഫോണിലേനു. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വന്നിരുന്നത്. ഉമ്മാക്ക് സ്വിച്ച് ഫോണായിരുന്നു. ഉമ്മാക്ക് ഇപ്പോഴൊക്കെയാണ് ഫോണൊക്കെ വന്നത്. അപ്പം അങ്ങനെ ഒരു സമയം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് 40 പ്രോയിലാണ്, ഐഫോൺ ടോ. പിന്നെ മുഹമ്മദ് ഫാസിൽ, ഞാനുണ്ട് വീഡിയോ ചെയ്യാൻ. വാ കമോൺ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ സെറ്റാക്കാം. റസാൻ റാന, ഇത് പിന്നെ കുറച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ചോദിക്കണേ? യുവർ പ്ലേസ്? മലപ്പുറം മഞ്ചേരിയെ മലപ്പുറം മഞ്ചേരി തൃപ്പഞ്ചി. ആരോ റിപ്ലൈ ഒക്കെ കൊടുത്താണ്. തെസ്നി കമ്മിറ്റഡ് ആണോ? ഓന് ഏത് കമ്മിറ്റിയിലും ഇല്ല. കുറേ കമൻറ്റൊക്കെ പോലെ തന്നെ സ്വന്തമായിട്ട് അങ്ങോട്ടൊക്കെ റിപ്ലൈ കൊടുത്താണ്. പിന്നെന്താ വെച്ചാൽ ഇത് കുറേ മുമ്പ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ അന്നൊന്നും കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെ നോക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് തന്നെ ഞാൻ ഈ Q&A വീഡിയോ ഒക്കെ ഞാൻ സെറ്റാക്കണമെന്നൊരു പ്ലാനിങ് നടക്കുകയും പിന്നെന്താ വെച്ചാൽ അതിനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതാണ് കേട്ടോ സംഭവം. പിന്നെന്താ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ പാട്? സുഖമല്ലേ? പിന്നെ ഞാൻ അൽഹംദുലില്ലാ 50K അടിച്ചതിന് ഗിവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. എന്താ ഞാൻ തരിക എന്നുള്ളൊരു സംഭവം ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളത് തരാമെന്ന് തോന്നുന്നു. പിന്നെ അതേമാതിരിക്ക് എന്നും തരുന്നു വേണ്ട, ഡെയിലി വീഡിയോ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ വെച്ചാൽ ഈ ടോയ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ തരാനാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് കൊടുക്കല്ലേ. അതിൽ കുറേ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റാണ് ഞാൻ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നും തരേണ്ടതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ ഒരു സംഭവം മാറ്റി പിടിച്ചുകൊണ്ട് ഞാൻ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക അങ്ങനത്തെ ഒരു സംഭവം പ്ലാൻ ചെയ്താലോ എന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളൊരു ഒപ്പീനിയൻ കൂടി നിങ്ങൾ തരണം, എന്നാലും എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളാണ് എന്നെ അവിടെ എത്തിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊന്നും തരാതെ ബാക്കിയിലൊക്കെ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ നമ്മളെപ്പോഴും റെസ്പെക്റ്റും ചെയ്യണം, എന്താ ഓലെയും നമ്മൾ ഇതായണ്ടേ, ഇൻക്ലൂഡ് ചെയ്യണ്ടേ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഒന്നാമത് ഫലസ്തീനിൽ
പരീക്ഷ നടന്നുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം അവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെയും കൂടി അതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളും പ്രാർത്ഥിക്കലുണ്ട്, അപ്പോൾ നിങ്ങളും അവരും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നോക്കുക, സെറ്റാക്കുക, നല്ല ലൈഫായിട്ട് ജീവിക്കുക, സെറ്റാക്കുക. ഇനിയിപ്പോൾ ഇത് മോട്ടിവേഷനായിട്ട് കാണട്ടോ, ഞാൻ എൻ്റെ രീതിയിൽ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സെറ്റാക്കണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ. അപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും, ടാറ്റാ.